സൗവർണിക, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ എല്ലാം വളരെയധികം ശക്തമായി തന്നെ മുന്നേറുകയാണ്. ഇപ്പോൾ നേരത്തെ തന്നെ ആദ്യത്തെ ഒരു 48 പേരുടെ പട്ടിക പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ബാക്കിയുള്ള തിരുവനന്തപുരത്തെ ബാക്കി രണ്ടാമത്തെ പട്ടിക, അതായത് 15 സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടു. മാത്രമല്ല കൊല്ലത്ത് മേയർ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അപ്പോ ഈ കോൺഗ്രസ് ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അതായത് ഈ ആൾക്കാരും ആകെ അമ്പരം നിൽക്കുകയാണ്, ഈ കോൺഗ്രസ് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ഇപ്പോൾ വളരെ ഐക്യത്തോടു കൂടിയും വളരെ ഫാസ്റ്റ് ആയിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ നിന്ന് വരെ വളരെ സജീവമായി എന്ന് പറയുമ്പോഴും മുൻനിര നേതാക്കന്മാർ, സീനിയർ നേതാക്കന്മാർ ഏറ്റവും താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ അതിൽ ശ്രദ്ധേയമാവുന്ന മറ്റൊരു കാര്യം, ഇവിടെ BJP പറയുന്നത് ഇപ്പോൾ BJP ഒരു ശക്തമായ എതിരാളിയായി ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ വരും. അവർ കുറെ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര കോർപ്പറേഷൻ പിടിക്കുന്നുണ്ട്, തിരുവനന്തപുരം തൃശ്ശൂരും അവർ പിടിച്ചിരിക്കും എന്ന രീതിയിലൊക്കെ വലിയ വീരവാദങ്ങൾ നേരത്തെ മുഴക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്, BJPയിൽ ഇപ്പോഴും, അതായത് BJP തീരുമാനിക്കുന്ന, നേതാക്കൾ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ അണികൾക്കത്ര പിടിക്കുന്നില്ല എന്നാണ്. നമ്മൾ ഒരു വിമർശനം എന്നോണം കോൺഗ്രസിനെ പറഞ്ഞാൽ, മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിൽ ഇതേപോലത്തെ അവസ്ഥകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പലതരം സംഭവങ്ങൾക്ക് കോൺഗ്രസും സാക്ഷ്യം വഹിച്ചതാണ്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കോൺഗ്രസ് വളരെ നീറ്റായിട്ട് കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പകരം നേരത്തെ വീരവാദവും പ്രവർത്തനങ്ങളും തുടങ്ങി എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന BJPയിൽ പലതരം പടലപ്പിണക്കങ്ങളും വിമതരുടെ എണ്ണമാണ്, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും മുമ്പേ വിമതരുടെ എണ്ണമാണ് കൂടുന്നത് എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ, അപ്പൊ ഈ കൊല്ലത്തെ മേയർ സ്ഥാനാർത്ഥി വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ BJPയും CPM-ഉം ഇപ്പോഴേ കോൺഗ്രസിനെ ഭയപ്പെട്ടു തുടങ്ങി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള ഈ ഒരു മുന്നൊരുക്കം കോൺഗ്രസ് തന്നെയാണോ എന്ന് കോൺഗ്രസ് അണികൾക്ക് പോലും അതിശയം തോന്നുന്ന തരത്തിലാണ്. കാര്യം എല്ലാ കോർപ്പറേഷനുകളിലും, ഇപ്പം നമ്മൾ കോർപ്പറേഷന്റെ കാര്യം പറയുമ്പോൾ സീനിയർ ആയിട്ടുള്ള ആളുകൾക്കാണ് ചാർജ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മുരളീധരനും VD സതീശൻ, രമേശ് ചെന്നിത്തല. അപ്പോ എല്ലാവരും അവരങ്ങ് താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിക്കാൻ സജ്ജരാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ കൂടുതൽ ജനാധിപത്യ പാർട്ടി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറിയത്. നേതാക്കൾ മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ നേതാവ്, എനിക്ക് ചുറ്റും അണികൾ എന്നതിൽ നിന്നേറി ഞങ്ങൾ എല്ലാവരും പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നു എന്നൊരു തെരഞ്ഞെടുപ്പാണിത്. അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. കാരണം കഴിഞ്ഞുപോയ സംഭവങ്ങൾ നടന്നത് തന്നെയാണ്. അതായത് കോൺഗ്രസിനെ കുറിച്ച് ജനങ്ങൾ അറിയണം ഇപ്പോൾ എന്താണ് കോൺഗ്രസിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഈ നോട്ടീസ് പോലും കൊണ്ട് വിതരണം ചെയ്യാതെ അവസാനം ആക്രിക്കടയിൽ കൊണ്ട് വിറ്റ കഥകൾ വരെ പണ്ട് പുറത്തു വന്നിട്ടുണ്ട്. എതിരാളികൾ അത് പറഞ്ഞ് ഒരുപാട് കോൺഗ്രസിനെ ട്രോളിയിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു ഒത്തൊരുമയോടെ ഒരിടത്ത് നിന്ന് പോലും ഒരു എതിർ ശബ്ദം, അതായത് സാധാരണ എല്ലാവരും പുറത്തു നിന്നാണ് എതിർ ശബ്ദങ്ങൾ ഉയരുന്നതെങ്കിലും കോൺഗ്രസിൽ പൊതുവെ പറയുമായിരുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് എതിർ ശബ്ദം. പക്ഷെ അത് എതിർ ശബ്ദമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം. ജനാധിപത്യ പാർട്ടി അവരവരുടെ അഭിപ്രായം ഉറക്കെ പറയാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് അത് മനസ്സിൽ വെച്ച് പെരുമാറേണ്ട ആവശ്യം കോൺഗ്രസിന് പണ്ടേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ട് അവർ ഏകസ്വരത്തിൽ ഒരേ മനസ്സോടെ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ പ്രവർത്തനങ്ങൾ ഇപ്പൊ ശബരിനാഥന്റെ ആയാലും ശരി, തിരുവനന്തപുരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ ആയാലും സ്ഥാനാർത്ഥികൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഒരു കാര്യം, ഈ ഇലക്ഷനിൽ നിന്ന് ഞാൻ വേറൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. ഈ പ്രവർത്തനങ്ങൾ ഈ സജീവമാകുമ്പോൾ തന്നെ ഇടതു കോട്ടകൾ ഭയപ്പെടുന്നു എന്ന് ഇപ്പൊ നമ്മൾ സാധാരണ അറിയാൻ പോകുന്നതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നാണല്ലോ. ഇടതു കോട്ടയിൽ നിന്ന് ആ ഭയപ്പാടിന്റെ അലയൊലികൾ വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇടതുപക്ഷ അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണ്. അതിൽ ഏറ്റവും പ്രചാരം നേടിയിരിക്കുന്ന, അതായത് ഏറ്റവും അധികം വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒരു പേജാണ് പോരാളി ഷാജി എന്ന് പറയുന്നത്. അത് പലപ്പോഴും അതിര് ലംഘിക്കുമ്പോൾ CPM തന്നെ നിഷേധിക്കാറുണ്ട്, ഈ ഷാജി നമുക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന്. എന്നാൽ പോലും
പോരാളി ഷാജി എന്ന് പറഞ്ഞാൽ CPM വേണ്ടി നിലകൊള്ളുന്ന ഒരു പേജാണ് എന്ന് ഉറപ്പായിട്ട് പറയാം. പക്ഷെ പറയുന്ന കാര്യത്തില് കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ന്യായവും ഒക്കെ വേണ്ടേ? ഈ വെറും അപവാദ പ്രചരണം മാത്രം പറയാൻ വേണ്ടിയിട്ട് ആകുന്നവരെ ആകരുത് എന്ന് നമ്മളൊന്ന് അവരെ ഓർമ്മിപ്പിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. കാരണം ഇപ്പോ ഷാഫി പറമ്പിൽ ഒരു പദ്ധതിയുടെ പേര് സ്നേഹസ്പർശം, ഒരു പരിപാടി, ഒരു സൗഹൃദ സ്പർശം. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് വികലാംഗർക്ക് ഇരുചക്ര വാഹനങ്ങൾ കൊടുക്കുന്നതിന്റെ അതില് ഇപ്പോ ഇതാരുടെ വകയായി കൊടുക്കുന്നു എന്നൊരു വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് അല്ലാതെ ഈ MP-യുടെ MLA-യുടെ ഒക്കെ പേര് വെച്ച ബോർഡും കൊണ്ട് വണ്ടി ഓടിക്കാൻ കഴിയുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചടങ്ങില് ഷാഫി ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ട് ഷാഫി പറയുന്നുണ്ട്, ഇത് ഉടനെ എടുത്ത് മാറ്റണം, ഇതുകൊണ്ട് വണ്ടി ഓടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതായത് കാര്യങ്ങളെ വളച്ചൊടിക്കുന്ന ആ ഒരു രീതിയാണ് പോരാളി ഷാജി പണ്ടേ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ മിടുക്കനാണ്. ഈ നൂറ്റാണ്ടിൽ ഇമ്മാതിരി ചീപ്പ് പരിപാടി കാണിക്കുന്നതിനൊക്കെ ഒരു തൊലിക്കട്ടി വേണ്ടേ? ഉത്തരേന്ത്യയിൽ സ്വച്ഛ് ഭാരതിൽ കക്കൂസിന് മുന്നിൽ പേരെഴുതി വെക്കുമ്പോലെ കഷ്ടം, എന്നിട്ട് 4 ആൾ കൂടിയപ്പോൾ വന്ന് ഡയലോഗ് അടിച്ച് മാസ് ആവാൻ നോക്കുന്നു. മാസാണെന്ന് സമ്മതിച്ചു. ഷാഫി 4 ആൾ കൂടി എടുത്ത് വന്ന് ഡയലോഗ് അടിച്ചാൽ അത് മാസ് ആണ് എന്ന് ഈ പോരാളി ഷാജി പോലും സമ്മതിച്ചു. വേണമെങ്കിൽ ബോർഡ് മാറ്റാമത്രേ, വേണമെങ്കിൽ നല്ല ഷാഫി പറഞ്ഞത്. ഈ ബോർഡ് നിങ്ങൾ കൊണ്ട് നടക്കണ്ട, ഇത് നിങ്ങളുടെ അവകാശമാണ്, ഇത് MP അല്ലെങ്കിൽ ഒരാളുടെ ഔദാര്യമല്ല എന്നാണ് ഷാഫി ഇതിൽ പറഞ്ഞിരുന്നത്. അതെ, പക്ഷെ ഇതിന് ഒരു കൃത്യമായ ഒരു മറുപടി ഒരു ജോസഫ് കൊടുത്തിട്ടുണ്ട്. നീ ഇത് മാത്രമേ കണ്ടുള്ളൂ അല്ലേ അലവലാതി ഷാജി? വണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ഷാഫി പറയുന്നുണ്ട്, വണ്ടി ഓടിക്കുമ്പോൾ ഈ നമ്പർ പ്ലേറ്റ് മാത്രം മതി, അടിയിൽ നിന്ന് ഈ പ്ലേറ്റ് എടുത്തു മാറ്റുക എന്ന്. ഇതൊരു നടപടിക്രമം മാത്രമാണ്, ഇപ്പോൾ തന്നെ എടുത്തു മാറ്റുക എന്നത്. അത് നീ കണ്ടില്ല കേട്ടില്ല അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു കമന്റിന് 1.9K ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് റിപ്ലൈകളും അതായത് ഷാജിയെ അധിക്ഷേപിച്ചുകൊണ്ട്, പോരാളി ഷാജി എന്തായാലും ഒരു വ്യക്തിയല്ല, അതിനെ പാർട്ടിയായിട്ട് തന്നെ നമുക്ക് കൂട്ടാം, അധിക്ഷേപിച്ചുകൊണ്ട് നിരവധി കമന്റുകളാണ്. അത് കണ്ടപ്പോ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. കാരണം ഈ വളച്ചൊടി കാര്യങ്ങളെ, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് കല്ലെറിയിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ CPM-ന്റെ സ്ഥിരമായിട്ടുള്ള ഒരു തന്ത്രം. അത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഒരുപാട് നമ്മൾ കണ്ടതാണ്. കാരണം ഒരു ശബ്ദരേഖ വെച്ചുകൊണ്ട് എന്തുമാത്രം ആഘോഷമാണ് ഇവർ നടത്തിയത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ CPM ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവുകളാണ് ഇപ്പൊ ഞാൻ ഇതൊരെണ്ണം പരാമർശിച്ചെന്നേ ഉള്ളൂ. നമുക്ക് വീണ്ടും കോൺഗ്രസിന്റെ ഇലക്ഷൻ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. പറയൂ. ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ ശബരിനാഥ് ആക്റ്റീവായിട്ട് തന്നെ തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അതീവ ആക്റ്റീവായി കഴിഞ്ഞു. കാര്യം ആദ്യത്തെ പട്ടിക 48 പേരെ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇന്നലെ 15 പേരെ. ഈ 15 പേരിൽ നേമത്ത് മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള നേമം ജഷീർ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് എന്താണ്, ഈ പട്ടികയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം യൂത്ത് കോൺഗ്രസിന്, വനിതകൾക്ക്, എന്താണ് KSUവിന് പോലും പരിഗണന കൊടുത്തിട്ടുണ്ട്. എല്ലാ തരത്തിലും പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് ഇപ്പൊ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം എതിർ സ്വരങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്, വിമതർ മുന്നോട്ട് വരാത്തെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിനൊക്കെ അപ്പുറം എനിക്ക് തോന്നുന്നത് K മുരളീധരനെ അഭിനന്ദിക്കേണ്ടി വരും. കാര്യം ഇത്രയും പെട്ടെന്ന് 2 പട്ടിക പുറത്തു വിട്ടുവെങ്കിൽ അത് മാത്രമല്ല, പട്ടിക പുറത്തുവിട്ടത് മാത്രമല്ല, ജനകീയ വിചാരണ യാത്ര എന്ന് പറഞ്ഞ് 3-ാം തീയതി മുതൽ ആരംഭിച്ച ഒരു യാത്രയുണ്ട്. അതായത് ഓരോ ബ്ലോക്കിലും പോയി ജനസമ്പർക്കം നടത്തുകയാണ്. കാരണം കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നൊരു പരാതി പൊതുവെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കോൺഗ്രസിന് ജനങ്ങളുടെ മനസ്സിൽ തിരിച്ചു കയറാൻ വലിയ പ്രയാസമൊന്നുമില്ല. കോൺഗ്രസ് എന്ന് ജനമനസ്സിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് K മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ്. പോയി ജനങ്ങളുമായി ഒന്ന് ഇടപെടേണ്ട ആവശ്യമേ ഉള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ യാത്രയിലുടനീളം കിട്ടുന്ന വരവേൽപ്പും ജനപങ്കാളിത്തവും എന്ന് പറയുന്നത്. അപ്പൊ ഇന്നിപ്പോ പട്ടം ബ്ലോക്കിലെ ആണ് ഇന്ന് ഈ യാത്ര നടക്കുന്നത്. അപ്പൊ 3-ാം തീയതി തുടങ്ങിയ യാത്രയ്ക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് ലഭിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ. അതേപോലെ തന്നെ ഇപ്പം കൊല്ലത്തുനിന്ന് MP പ്രേമേന്ദ്രന്റെ നേതൃത്വത്തില് കൊല്ലം കട്ടവന് വോട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതും നല്ല സ്വീകാര്യത നേടിയൊരു യാത്രയായിരുന്നു. അപ്പൊ എന്തായാലും അരയും തലയും മുറുക്കിയാണ് കോൺഗ്രസ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തൊക്കെ നല്ല ശക്തമായ പ്രചരണം. ഇന്ന് വി ജോയി പറഞ്ഞിട്ടുണ്ട്, വർക്കല MLA കൂടിയായിട്ടുള്ള വി ജോയി എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അവർ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ജയിക്കുമെന്നല്ല അവർ പറയുന്നത്, പക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കുള്ള ആ ഒരു രീതിക്കുള്ള ഒരു പരാമർശം ജോയിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ എനിക്ക് തോന്നുന്നു എന്താ ആദ്യം പറഞ്ഞത് കാര്യം ഇപ്പം മുഖ്യ പ്രതിപക്ഷം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം BJP ആണ്. അപ്പൊ BJP പറയുന്നുണ്ടല്ലോ, ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരും തിരുവനന്തപുരവും പിടിക്കും എന്ന് പറയുമ്പോഴായിരുന്നു ഇവരൊട്ടും പ്രതീക്ഷിക്കാതായിരുന്നു തിരുമല അനിലിന്റെ ആത്മഹത്യ വന്നത്. ഇപ്പം ഇവർക്ക് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ പോലും വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. വട്ടിയൂർക്കാവും നേമത്തും തിരുവനന്തപുരം സെൻട്രലിലൊക്കെ എന്താണ് വിമതർ വരുന്ന ഒരു തലത്തിലേക്ക് എത്തി. അത് BJPയെ കൂടുതൽ അല്ല, തിരുമല അനിലിന്റെ അതുപോലെ തന്നെ മറ്റൊരു വിഷയം, MS കുമാർ എന്ന് പറയുന്ന BJP നേതാവ്, മുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് സമാനമായ ഒരു വിവരമാണ് അദ്ദേഹവും പുറത്തുവിട്ടത്. അപ്പൊ ഇതെല്ലാം പരിഹരിക്കാതെയാണോ BJP തിരുവനന്തപുരവും തൃശ്ശൂരും ഞങ്ങൾ ഇങ്ങ് എടുക്കുക എന്ന് പ്രഖ്യാപിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നത് ജനങ്ങൾ ചോദിക്കും. ഇനി അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 പട്ടിക പുറത്തു വന്നു, പ്രവർത്തനങ്ങൾ തുടങ്ങി. ആ ഒരു സാഹചര്യത്തില് പണ്ട് കോൺഗ്രസ് അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നമാണിത്. ബാക്കി എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ തീർക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്. ആ ഒരു സ്ഥിതിയിലേക്ക് ഇപ്പൊ BJP പോയി എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. അല്ല, അതിൽ ഞാൻ വേറൊരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ. ഈ കോൺഗ്രസ് ഇപ്പോ എത്ര കാലം കഴിഞ്ഞതിന് ശേഷമാണ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കോൺഗ്രസിന്റെ സ്ഥിതി അങ്ങനെ ഒന്നും ആയിരുന്നു എന്ന്. എത്രയോ കാലം ഭരിച്ചതിന് ശേഷമാണ് കോൺഗ്രസിന്റെ സ്ഥിതി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷെ അത് കോൺഗ്രസിന് എത്രയും പെട്ടെന്ന് തന്നെ അത് തിരിച്ചു പിടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ ഒരു നേട്ടം തന്നെയാണ്. പക്ഷേ BJPയുടെ കേരളത്തിലെ ഒരു അവസ്ഥ പരിശോധിച്ചാൽ ഇപ്പോൾ സുരേഷ് ഗോപി MP എന്നൊരാൾ മാത്രമാണ് BJPക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ജനങ്ങളാൽ തെരഞ്ഞെടുത്ത് ഒരു ലോക്സഭയിലേക്ക് പോയ ഒരാളെന്ന് പറയാൻ. അപ്പോ BJPയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങിയെന്ന് പോലും പറയാറായിട്ടില്ല. അപ്പൊ ആ തുടക്കത്തിലെ തന്നെ ഈ കല്ലുകടി എന്ന് പറയുമ്പോൾ അതിനെ ഒരിക്കലും കോൺഗ്രസിന്റെ വിഷയവുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ അവർ അത്രയും കാലത്തിന് ശേഷമാണ് അവിടുത്തെ ചെറിയ വിമത ശബ്ദങ്ങളൊക്കെ കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഉയർന്നു വന്നത്, എത്രയോ കാലത്തിന് ശേഷമാണ്. പക്ഷെ BJPയെ അതുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ എന്താണ് പോസ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു രസകരം എന്നല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പോസ്റ്റാണ് വഴുതക്കാട് സ്ഥാനാർത്ഥിയായിട്ടുള്ള നീതു വിജയന്റെ പോസ്റ്റ്. മെസ്സി വരില്ല, പക്ഷെ വഴുതക്കാട് നീതു വിജയൻ വരും എന്നുള്ള രീതിക്ക്. അപ്പൊ എന്താണ്, എവിടെയൊക്കെ സർക്കാരിനെ കുത്താൻ പറ്റുമോ അവിടെയൊക്കെ ഒന്ന് കുത്തിക്കൊണ്ട് അത് പക്ഷെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അങ്ങനെയുള്ള പോസ്റ്ററുകൾ. അപ്പം അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നീതു വിജയൻ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോ സ്ത്രീപക്ഷ നിലപാട്, കാര്യം നമ്മൾ എന്താണ് സ്ത്രീപക്ഷത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തീവ്രത അളക്കാനൊന്നും പോയില്ല. വ്യക്തമായ സ്ത്രീപക്ഷ നിലപാടെടുത്ത ആളായിരുന്നു നീതു വിജയൻ. ഇപ്പം എന്താ ചാനലുകാർ ചോദിക്കുമ്പോ പോലെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോ പോലും അവർ ആദ്യം ചോദിക്കുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ എടുത്ത നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്നാണ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെയാണ് കോൺഗ്രസിന്റെ പട്ടികയിൽ ഇടം പിടിച്ചത്. അതെന്തായാലും കോൺഗ്രസിന് വിജയസാധ്യത കൂട്ടും. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, KC വേണുഗോപാൽ ഇടയ്ക്ക് ചുണക്കുട്ടന്മാർ ഇനി കേരളം ഭരിക്കും എന്ന രീതിയിൽ ആൺകുട്ടികൾ എന്ന് പറഞ്ഞ, അതായത് ഞാൻ ഒരു മെയിൽ ഇതിൽ പറഞ്ഞു. അപ്പോ അതിനെതിരെ ഭയങ്കര വിമർശനമുണ്ടായി. പക്ഷേ ഈ കോൺഗ്രസ് പുറത്തുവിട്ട ആ ലിസ്റ്റിൽ എത്ര പെണ്ണുങ്ങളുണ്ട് എന്ന് ഇവരൊന്ന് നോക്കിയാൽ മതി. പൊതുവെ നമ്മൾ മനുഷ്യ എന്ന് പറയൂ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യത്തി എന്ന് പറയാറുണ്ടോ? ഇല്ല. പൊതുവെ എന്ത് പറയും? മനുഷ്യൻ എന്ന് പറയും. അതൊരു പുല്ലിംഗ പ്രയോഗമാണ്. അതുപോലെ ചുണക്കുട്ടികൾ എന്ന് പറയുമ്പോൾ, ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അത് പൊതുവെ ഒരു പറഞ്ഞു വരുന്ന പ്രയോഗമാണ്. ഇനി ആണുങ്ങൾ എന്ന് പറയുന്നത് അത് ആണിന് മാത്രം കൊടുക്കും എന്ന അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് CPM-കാര് പറയുമ്പോൾ അത് നാട്ടുഭാഷയും, അത് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ അത് വിവേചനവുമാക്കി മാറ്റുന്നതാണ് ഇവിടുത്തെ CPM-കാരുടെ ഒരു തന്ത്രം. ഇപ്പൊ ഓർത്തപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് ലിസ്റ്റിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ല, ഇനിയിപ്പോ ഇടതുപക്ഷം പട്ടിക പുറത്തുവിടുമല്ലോ, അപ്പൊ നമുക്ക് നോക്കാം എത്രത്തോളം സ്ത്രീപക്ഷത്താണെന്നുള്ളത്.